നമ്മളുടെ സുവോളജിയിൽ നമുക്ക് ഈ വർഷം ആകെ 8 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് 3 ഫസ്റ്റ് ടൈമിലേക്ക് വേണം, ബാക്കിയുള്ള 4 സെക്കൻഡ് ടൈമിലേക്ക്, പിന്നീട് ഒറ്റയൊരെണ്ണമാണ് ലാസ്റ്റ് ടൈമിലേക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ ആകെ 8 ചാപ്റ്ററേ ഉള്ളൂ. ഫസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയർ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആൻഡ് വിവിപാരസ്. ഫസ്റ്റ് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്, വിവിപാരസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ വിവിപാരസ് എന്താണെന്ന് അറിയണം. വിവിപാരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗീവ് ബർത്ത് ടു ദ യങ് വൺസ്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നവരെ പറയുന്നവരാണ് വിവിപാരസ് എന്ന് പറയുന്നത്. ദേ ഗീവ് ബർത്ത് ടു ദ യങ് വൺസ്. 3 തരത്തിലുണ്ട് ഓർഗാനിസംസ്. ഒവിപാരസ് ഉണ്ട്, വിവിപാരസ് ഉണ്ട്, ഓവോ വിവിപാരസ് ഉണ്ട്. ഒവിപാരസ് എന്ന് പറയുന്നത് മുട്ടയിടുന്ന ജീവികളായിരിക്കും. എഗ് ലേയിങ് ആനിമൽസ് ആർ കോമൺലി കോൾഡ് ഒവിപാരസ്. ഒവിപാരസിന് എക്സാമ്പിൾ ഏതൊക്കെ വരും? ബേർഡ്സ് ഫുള്ള് പറയാം, റെപ്റ്റൈൽസ് ഫുള്ള് പറയാം. ഒവിപാരസ് മീൻസ് എഗ് ലേയിങ് ആനിമൽസ് ആർ കോമൺലി കോൾഡ് ഒവിപാരസ്. സെക്കൻഡ് വൺ ഈസ് ദ വിവിപാരസ്. നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞാണ് വിവിപാരസ് എന്ന് പറയുന്നത്. വിവിപാരസ് ആണ് ദേ ഗിവ് ബർത്ത് ടു ദ യങ് വൺസ്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നവരെ പറയുന്നവരാണ് വിവിപാരസുകൾ എന്ന് പറയുന്നത്. മാമൽസ് ഒക്കെ തന്നെ വിവിപാരസുകളാണ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക ജീവികളെല്ലാം തന്നെയാണ് വിവിപാരസ് വരുന്നത്. ഒരു ലാസ്റ്റ് വൺ ഈസ് ദ ഓവോ വിവിപാരസ്. ഏറ്റവും അവസാനമായിട്ട് ഈ ഓവോ വിവിപാരസ് എന്ന് പറയുന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഈ ഓവോ വിവിപാരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളതാണ്, ഹിയർ ദ എഗ്സ് ആർ ഹാച്ചിങ് ഇൻസൈഡ് ദ ഫലോപ്പിയൻ ട്യൂബ്. മുട്ട ശരീരത്തിനുള്ളിൽ വിരിഞ്ഞാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിനെ പറയുന്നവരാണ് ഓവോ വിവിപാരസ് എന്ന് പറയുന്നത്. അതായത് യൂട്രസ് ഒന്നും കാണത്തില്ല, ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് വൈപ്പർ, അതായത് നമ്മൾ വൈപ്പർ അല്ലെങ്കിൽ അണലി എന്ന് പറയുന്ന ഓവോ വിവിപാരസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം സ്കോളിഡോൺ എന്ന് പറയുന്ന ഓവോ വിവിപാരസ് ആണ്. ഓവോ വിവിപാരസ്. സ്കോളിഡോൺ എന്ന് വെച്ചാൽ ഡോഗ് ഫിഷ് എന്ന് പറയും, അല്ലെങ്കിൽ ഷാർക്ക് എന്ന് പറയും. ഷാർക്ക് എന്ന് പറയുന്ന ഓവോ വിവിപാരസ് ആണ്. പിന്നീട് അതായത് വൈപ്പർ വരുന്നുണ്ട്, ഷാർക്ക് വരുന്നുണ്ട്, ആ കൂട്ടത്തിൽ വരുന്ന ഓർഗാനിസം ഓവോ വിവിപാരസ് ആണ്. ഓവോ വിവിപാരസ് മീൻസ് ഹിയർ ദ എഗ്സ് ആർ ഹാച്ചിങ് ഇൻസൈഡ് ദ ഫലോപ്പിയൻ. ഹാച്ചിങ് എന്ന് വെച്ചാൽ വിരിയുക എന്നാണ്. ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ജീവികളെ പറയുന്നതാണ് ഓവോ വിവിപാരസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുണ്ട്. ഒവിപാരസ് ഉണ്ട്, വിവിപാരസ് ഉണ്ട്, ഓവോ വിവിപാരസ് ഉണ്ട്. ഓവം എന്ന് വെച്ചാൽ മുട്ട, ഒവിപാരസ് മുട്ടയിടുന്ന ജീവികളായിരിക്കും. വിവിപാരസ് ദേ ഗിവ് ബർത്ത് ടു ദ യങ് വൺസ്. ഏറ്റവും അവസാനത്തുള്ള ഓവോ വിവിപാരസ് ആണ്. അത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുവാണ്. അതിനെ പറയുന്നവരാണ് ഓവോ വിവിപാരസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള പറയുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്, വിവിപാരസ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഈ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. 2 പേരൻസ് ഉണ്ടായിരിക്കണം. പേരൻസ് വെച്ചാൽ ഒരാൾ മെയിൽ ഓർഗാനിസം, ഒരു ഫീമെയിൽ ഓർഗാനിസംസ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഉണ്ടായിരിക്കണം ഗമീറ്റുകൾ ഉണ്ടായിരിക്കണം. ഗമീറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഗമീറ്റ്സ് എന്ന് വെച്ചാൽ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഗമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പ്രത്യേകം കോശങ്ങളെ പറയുന്നവരാണ് ഗമീറ്റ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഗമീറ്റ്സ്. ഗമീറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെക്സ് സെൽ. ഗമീറ്റുകൾ അല്ലെങ്കിൽ സെക്സ് സെൽസ് എന്ന് പറയും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പ്രത്യേകം സെൽസ് ആണ്. ഇൻ ദ കേസ് ഓഫ് മെയിൽസ്, മെയിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആണുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പേം. ഗമീറ്റിൻ്റെ പേരെന്ന് പറയുന്നത് സ്പേം ആണ്, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവയാണ്. ഫീമെയിൽസ് ആണെങ്കിൽ അത് എഗ്ഗ് അല്ലെങ്കിൽ ഓം എന്ന് പറയും. എഗ്ഗ് അല്ലെങ്കിൽ ഓം ആയിരിക്കും ഫീമെയിലിൻ്റെ ഗമീറ്റ് എന്ന് പറയുന്നത്. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഗമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പ്രത്യേകതരം സെൽസിനെ വിളിക്കുന്ന പേരാണ് ഗമീറ്റ്സ് എന്ന് പറയുന്നത്. ഗമീറ്റ്സ് ആർ അതർവൈസ് കോൾഡ് സെക്സ് സെൽ. ഗമീറ്റ്സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെക്സ് സെല്ലുകൾ എന്ന് പറയും. സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗമീറ്റ്സ്, അത് മെയിലിൻ്റെ കേസിൽ സ്പേമും ഫീമെയിലിൻ്റെ കേസിൽ എഗ്ഗുമാണ്. ഇനി പ്രധാനമായിട്ടും നമ്മളുടെ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഇവൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഫെർട്ടിലൈസേഷൻ. ഒന്നാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷനാണ്. Fertilization means it is the process of fusion of male and female gametes is called fertilization. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗമീറ്റ്സുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അതായത് സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ.
അപ്പോൾ അതിനെ പറയുന്നവരാണെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദ പ്രോഡക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ടാണ്. അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗും തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഹാപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ്, 23 നമ്പർ ക്രോമസോമുള്ള സ്പേമും 23 നമ്പർ ക്രോമസോമുള്ള എഗ്ഗും തമ്മിൽ കൂടിച്ചേർന്നിട്ട് 46 നമ്പറുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഈ പറയുന്ന റൂട്ട് തന്നെ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ എംബ്രിയോ ആയിട്ട് മാറുന്നു. സൈഗോട്ട് ഡിവൈഡ്സ് ആൻഡ് റീഡിവൈഡ്സ് ടു ഫോം ദ എംബ്രിയോ. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്ന വിഭജിക്കുന്നു, പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? അത് എംബ്രിയോ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഭ്രൂണമായിട്ട് മാറുന്നു. ഇതാണ് സെക്കൻഡ് ഇവന്റ് എന്ന് പറയുന്നത്. ഈ എംബ്രിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പലതവണ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എംബ്രിയോ എന്ന് പറയുന്നത് ആദ്യം കണ്ടു കഴിഞ്ഞാൽ എംബ്രിയോ എന്ന് പറയുന്നത് നമ്മളുടെ മൽബറി ഫ്രൂട്ടിൻ്റെ കൂട്ടിരിക്കും. മൽബറി ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? ആദ്യം കണ്ട മൽബറി ഫ്രൂട്ടിനിരിക്കും. പിന്നീട് നമ്മൾ കണ്ടാൽ ആത്തക്കയുടെ കൂട്ടിരിക്കും. ആത്തക്ക അല്ലെങ്കിൽ പ്ലാത്തിക്ക കേട്ടിട്ടുണ്ടോ? എംബ്രിയോ പിന്നീട് ഫീറ്റസ് ആയിട്ട് മാറും. ഫീറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ആൻ എംബ്രിയോ വിച്ച് ഓൾ ദ ബോഡി പാർട്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ഫീറ്റസ് എന്ന് പറയുന്നത് എംബ്രിയോയുടെ ഒരു പാർട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ആൻ എംബ്രിയോ വിച്ച് ഓൾ ദ ബോഡി പാർട്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. എല്ലാ ബോഡി പാർട്സും കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് കുഞ്ഞിൻ്റെ കണ്ണാണ്, കാലാണ്, വിരളാണ്, കൈയും കാലൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സ്റ്റേജിനെ പറയുന്നവരാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഡെലിവറിയാണ്. ഹ്യൂമൻ ബീൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 270 to 280 ഡേയ്സ് ആണ് എടുക്കുന്നത്. 270 മുതൽ 280 ദിവസം വരെയൊക്കെയാണ് ഈ പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലയളവ് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ബ്ലൂ വെയിലിനാണ്. 630 മുതൽ 650 ദിവസം വരെ. എലിഫൻറ്റും ആ റേഞ്ചിലൊക്കെ വരും, ഏണ്ട 625 630 ദിവസം വരും. കുതിരയ്ക്കൊക്കെ ഏണ്ട 350 ദിവസം വരും. ഡോഗ്സിനൊക്കെ ഒരു 60 ദിവസമേ ഉള്ളൂ. മുയലിന് 35 ദിവസമാണ്. അങ്ങനെ ഓരോ ജീവികളും വ്യത്യാസമായിരിക്കും. നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, accessory duct, accessory gland ആൻഡ് എക്സ്റ്റേണൽ ജനൈറ്റേലിയ. എന്തൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളതെന്ന് ചോദിച്ചാൽ എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഒരു ജോഡി ടെസ്റ്റിസുകൾ കാണപ്പെടുന്നുണ്ട്. ആക്സസറി ഡെക്റ്റുകളുണ്ട്. ആക്സസറി ഡെക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സഹായിക്കുന്ന ഡെക്റ്റുകൾ, വെസൽസുകൾ അല്ലെ കുഴലുകൾ, ആക്സസറി ഡെക്റ്റുകളുണ്ട്. ആക്സസറി ഗ്ലാൻഡുകളുണ്ട്, സഹായിക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എക്സ്റ്റേണൽ ജനൈറ്റേലിയ ഉണ്ട്, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. ഇത്രയും കൂടെ കൂടിച്ചേരാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റിസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ടെസ്റ്റിസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് ഈസ് കോൾഡ് സ്കോർട്ടം. SCORTUM, സ്കോർട്ടം. ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഈസ് കോൾഡ് സ്കോർട്ടം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് ഒരു പൗച്ചിനുള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണ് സ്കോർട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 36.9 പറയും, അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് എത്ര പറയും, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത് സാധാരണ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോഴെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കത്തില്ല. സ്പെർമറ്റോജെനിസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം. സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ്. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമാറ്റോജെനിസിസ്. ഈ സ്പെർമാറ്റോജെനിസിസ് ഒരിക്കലും 37 ഡിഗ്രി സെൽഷ്യസിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൻ്റെ കൂട്ടന് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്. അതിൻ്റെ റീസൺ വൈ ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഇൻ സ്കോർട്ടം എന്ന് നമുക്ക് എല്ലാ തവണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത്, സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ എബൌട്ട് 2 to 2.5 degree Celsius lower than the normal body temperature. It is essential for spermatogenesis. അതായത് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഇരുന്നോട്ടെ.
ഈ 37°C ഒരിക്കലും സ്പെർമറ്റോജെനിസിസ് നടക്കത്തില്ല. സ്പെർമറ്റോജെനിസിസ് നടക്കണമെങ്കിൽ നമ്മളുടെ ഈ സ്കോർട്ടത്തിനകത്ത് ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിൽ 2 മുതൽ 2.5°C കുറവാണ് സ്കോർട്ടത്തിനുള്ളിൽ. അപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ സ്പെർമറ്റോജെനിസിസ് നടക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന് ടെമ്പറേച്ചറിൻ്റെ അത്രയും ടെമ്പറേച്ചർ ടെസ്റ്റിസിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സ്പെർമറ്റോജെനിസിസ് കൃത്യമായിട്ട് നടക്കത്തില്ല. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്. സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ എബൌട്ട് 2 to 2.5°C lower than the normal body temperature. It is essential for spermatogenesis. ശരീരത്തെക്കാട്ടിൽ 2 മുതൽ 2.5°C ടെമ്പറേച്ചർ കുറവാണ് സ്കോർട്ടത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്കോർട്ടത്തിനുള്ളിലായിട്ട് കാണപ്പെടുന്നത്. സാധാരണയിൽ ഒരുപാട് വർഷമൊക്കെ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കൂട്ടിന് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ സ്പെർമറ്റോജെനിസിസ് കൃത്യമായിട്ട്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഫെർട്ടിലൈസറിന് കപ്പാസിറ്റി ഇല്ലായിരിക്കും, കുഞ്ഞുങ്ങളൊക്കെ ഇല്ലായിരിക്കുക. അപ്പോൾ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് അവിടെ ചൂട് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് കൃത്യമായിട്ട് നടക്കത്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, വൈ ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഇൻ സ്കോർട്ടം എന്നുള്ളത്. പിന്നെ നമ്മൾ ടെസ്റ്റിസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൈമറി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. എന്താണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ? ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് വിളിക്കണമെങ്കിൽ അയാളായിരിക്കണം സെക്സ് സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അയാളായിരിക്കണം സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെസ്റ്റിസ് ആണ് മെയിലിലെ സെക്സ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്സ് ഹോർമോൺസിനെയും ഗമീറ്റുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനെ പറയുന്ന പേരാണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിനെ കുറിച്ച് മാത്രം പറയുമ്പോഴും each testis is composed of about 250 compartments is called testicular lobules. ഓരോ ടെസ്റ്റിസിനകത്തും ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ 250ഓളം കമ്പാർട്ട്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയും. അതായത് ഓരോ ടെസ്റ്റിസിനെ നമുക്ക് ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓരോ ടെസ്റ്റിസിനെയും ഏതാണ്ട് 250 കമ്പാർട്ട്മെൻ്റായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ലോബ്യൂളാണ്, ട്യൂബ്യൂൾ അല്ലേ മക്കളെ, ലോബ്യൂളാണ്. LOBULES ആണ്, ലോബ്യൂൾസ് ആണ്. ഓക്കെ, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കാര്യം, each testicular lobule contain 1 to 3 pairs of highly coiled structure is called seminiferous tubules. Seminiferous tubules. നിങ്ങളുടെ ഈ പിക്ചറിനകത്ത് സെമിനിഫറസ് ട്യൂബിൾസ് കാണുന്നില്ലേ? നമ്മൾ ആ ടെസ്റ്റിസിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ടെസ്റ്റിസിനെ 250 കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ആ കമ്പാർട്ട്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം എടുക്കുമെന്നിരുന്നു കേട്ടോ, ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റ് മാത്രം. ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം തന്നെ 1 മുതൽ 3 വരെ ജോഡികളായിട്ടുള്ള ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണ്. ചുരുണ്ടിരിക്കുന്ന സ്ട്രക്ചർ കാണാം. ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾ മാത്രം എടുക്കുന്നു. അങ്ങനെ 250ഓളം ടെസ്റ്റിക്കുലർ ലോബ്യൂളുണ്ട്. ഈ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിനകത്തും ഹൈലി കോയിൽഡ് ആയിട്ടുള്ള 1 മുതൽ 3 വരെ ജോഡിയായിട്ടുള്ള ഹൈലി കോയിൽഡ് ചുരുണ്ടുരുണ്ട് കാണപ്പെടുന്ന മറ്റൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. ഇത് ലോബ്യൂൾ അല്ല, ട്യൂബ്യൂൾസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. മനസ്സിലായോ മക്കളെ? മനസ്സിലായോടാ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ആർ കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ടെസ്റ്റിസിനെയും ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെൻറ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമ്മളിനി ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തുള്ള കാര്യമാണ്. ഈച്ച് ലോബ്യൂൾ കണ്ടെയ്ൻ 1 to 3 pairs of highly coiled structure is called seminiferous tubules. ഓരോ ലോബ്യൂളിലും കാണപ്പെടുന്ന
ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബിൾസ്. ഇങ്ങനെ ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് സെമിനിഫറസ് ട്യൂബിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഓരോ സെമിനിഫറസ് ട്യൂബിൾസും എടുക്കാൻ പോവാണ്. ഓരോ സെമിനിഫറസ് ട്യൂബിൾസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും ലൈൻ ചെയ്തുകൊണ്ട്, അതിൻ്റെ അകത്തെ ലൈൻ ചെയ്തുകൊണ്ട് അതിനകത്തായിട്ട് രണ്ടു തരത്തിലുള്ള സെൽസുകൾ കാണപ്പെടുന്നുണ്ട്. ആ രണ്ടു തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ്, ഒന്നാമത്തെ പേരാണ് മെയിൽ ജേം സെൽസ് എന്ന് പറയും, രണ്ടാമത്തെ പേരാണ് സെർട്ടോളി സെൽസ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. വട്ടോളി ഒന്നുമല്ല, സെർട്ടോളിയാണ്. SERTOLI, സെർട്ടോളി സെൽസ്. കണ്ടെത്തിയ ആളുടെ പേരാണ് എൻറിച്ചോ സെർട്ടോളി. പഠിക്കാനില്ല, ചോദിക്കത്തില്ല. സെർട്ടോളി സെൽ ചോദിക്കും കേട്ടോ, കണ്ടെത്തിയ ആളുടെ പേര് ചോദിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അത് എൻറിച്ചോ സെർട്ടോളിയാണ്. അതുകൊണ്ടാണ് ഈ സെർട്ടോളി സെൽസിനെ വേണമെങ്കിൽ നമുക്ക് നേഴ്സ് സെല്ലെന്ന് വിളിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സെൽസ് എന്ന് വിളിക്കാം. ഒന്നെങ്കിൽ നേഴ്സ് സെല്ലെന്നോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സെൽസ് എന്നോ എന്തോ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയും, വളരെ സിമ്പിൾ കാര്യം. ഇത് മുതൽ കുറച്ച് സിമ്പിൾ അല്ലാതാവും, അങ്ങനെ സിമ്പിൾ കാര്യമാണ്. ഒന്നുകൂടെ പറയാം. അതായത് ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് internally lined by two type of cells called male germ cells and Sertoli cells. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും ഇന്റേണൽ ആയിട്ട് ലൈൻ ചെയ്ത് കാണപ്പെടുന്ന രണ്ട് സെൽസ് ആണ് മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെയും ഇന്റേണൽ ആയിട്ട് ലൈൻ ചെയ്ത് രണ്ട് തരത്തിലുള്ള സെൽസുകൾ കാണപ്പെടുന്നുണ്ട്. ആ രണ്ട് തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. ഓക്കെ, ഈ മെയിൽ ജേം സെൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പെർമാറ്റോഗോണിയ. മെയിൽ ജേം സെൽസ് ഈസ് അതർവൈസ് കോൾഡ് സ്പെർമാറ്റോഗോണിയ. മെയിൽ ജേം സെൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പെർമാറ്റോഗോണിയ. നമ്മൾ പറഞ്ഞു ദ സെർട്ടോളി സെൽസ് ഈസ് അതർവൈസ് കോൾഡ് സപ്പോർട്ടിംഗ് സെൽസ് ഓർ നേഴ്സ് സെൽ. അതായത് നമ്മളുടെ ഈ സെർട്ടോളി സെൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നേഴ്സ് സെൽസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സെൽസ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആ പാർട്ട് പറയുന്നു. അതായത് ഈച്ച് ടെസ്റ്റിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എബൌട്ട് 250 കമ്പാർട്ട്മെന്റ്സ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓരോ ടെസ്റ്റിസിനകത്തും ഏതാണ്ട് 250ഓളം കമ്പാർട്ട്മെന്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ കമ്പാർട്ട്മെന്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഈച്ച് അടുത്ത പോയിന്റ്, ഈച്ച് ടെസ്റ്റിക്കുലർ ലോബ്യൂൾ കണ്ടെയ്ൻ 1 to 3 pairs of highly coiled structure is called seminiferous tubule. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിലും കാണപ്പെടുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. നെക്സ്റ്റ് പോയിന്റ്, seminiferous tubules are internally lined by two type of cells. seminiferous tubulesനെ ലൈൻ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള സെൽസുകൾ കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മെയിൽ ജേം സെൽസ് ആൻഡ് ദ സെർട്ടോളി സെൽസ്. അതിനെ പറയുന്ന പേര് ഒന്ന് മെയിൽ ജേം സെൽസും ഒന്ന് സെർട്ടോളി സെൽസുമാണ്. ഇനി ഓരോ സെൽസിൻ്റെയും ഫംഗ്ഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ദ മെയിൽ ജേം സെൽസ്. മെയിൽ ജേം സെൽസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ടായിരുന്നല്ലോ, മെയിൽ ജേം സെൽസ് ഇസ് അതർവൈസ് കോൾഡ്, എന്താ പറയുന്നത്? Spermatogonia. Yes, male germ cells is otherwise called spermatogonia. The male germ cells undergo meiotic cell division and transform into sperm. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയാണ് പിന്നീട് സ്പേമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പെർമറ്റോസോവയായിട്ട് മാറുന്നത്. ദ മെയിൽ ജേം സെൽസ് അണ്ടർഗോ മിയോട്ടിക് സെൽ ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു സ്പേം, and the Sertoli cell provides nutrition or nourishment for this process. അതായത് മെയിൽ ജേം സെൽസ് എല്ലാം തന്നെ സ്പേമായിട്ട് മാറും, ആൻഡ് ദ സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ഓർ നരിഷ്മെന്റ് ഫോർ ദിസ് പ്രോസസ്. മെയിൽ ജേം സെൽസ് സ്പേമായിട്ട് മാറുമ്പോൾ സെർട്ടോളി സെൽസ് ഇതിനാവശ്യമുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ നരിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും, അതിന് വേണ്ട പോഷണം നൽകുക ചെയ്യുകയായിരിക്കും നമ്മളുടെ സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെൽസ് ചെയ്യുന്ന ജോലി ഇതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, മെയിൽ ജേം സെൽസിൻ്റെ ഫംഗ്ഷനും സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷനും. മെയിൽ ജേം സെല്ലുകളാണ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയാസ് ആണ് പിന്നീട് സ്പേംസ് ആയിട്ട് മാറുന്നത്. ഈ സെർട്ടോളി സെൽസ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ നരിഷ്മെൻറ്റ് അല്ലെങ്കിൽ പോഷണം കൊടുക്കത്തതേ ഉള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റാണ്,
In between the seminiferous tubule, there is a space called a interstitial space. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ കോയിലായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ കോയിലായിട്ട് വരുമ്പോൾ ഇടയിലായിട്ട് സ്പേസ് വരുമല്ലോ. ഇങ്ങനെ കോയിലായിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ദർ ഈസ് എ സ്പേസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായിട്ടുള്ള ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. The cells that present in the interstitial space is called interstitial cells or leading cell. അതായത് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ലൈഡിംഗ് സെൽസ് എന്ന് വിളിക്കാം. LEYDIG ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിംഗ് സെൽസ് എന്ന് വിളിക്കാം. ലൈഡിംഗ് LEYDIG ലൈഡിംഗ് സെൽ. ഫ്രാൻസ് വോൺ ലൈഡിംഗ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്തിയത്, പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞോളൂ. ഫ്രാൻസ് വോൺ ലൈഡിംഗ് ആണ് കണ്ടെത്തിയോണ്ട് നമ്മൾ ലൈഡിംഗ് സെൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഇടയിലായിട്ട് സ്പേസ് ഉണ്ട്. സ്പേസിനെ വിളിക്കുന്ന പേര് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിംഗ് സെൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലൈഡിംഗ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഡിംഗ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദിസ് സെൽസ് സിന്തസിസ് ആൻഡ് സെക്രീറ്റ് ദ മെയിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. അതായത് മെയിലിലെ സെക്സ് ഹോർമോൺ ആണ് അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ഹോർമോൺ, ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, ടെസ്റ്റിക്കുലാർ ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കൊച്ചു ക്ലാസ്സിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പഠിച്ചിട്ടുള്ള അതേ സംഭവം തന്നെയാണ് ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഈ ആൻഡ്രോജനെ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് ലൈഡിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴാണെങ്കിൽ ആൻഡ്രോജൻ ആണ് മെയിലിലെ സെക്സ് ഹോർമോൺ ആൻഡ്രോജൻ എന്ന് പറയുന്നത്. ഈ ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈഡിംഗ് സെൽസ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്റ്റഡി ഓഫ് മെയിൽസ് ഈസ് കോൾഡ് ആൻഡ്രോളജി. ആൺകുട്ടികളെ കുറിച്ചുള്ള പഠനത്തിനെ പറയുന്ന പേരാണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. ആൻഡ്രോളജി വരുന്ന തന്നെ ആൻഡ്രോജനിൽ നിന്നാണ്. ആൻഡ്രോജൻ, ആൻഡ്രോളജി. വൈ ടെസ്റ്റിസ് ഈസ് കെപ്റ്റ് ഇൻ സ്കോർട്ടം ചോദിച്ചിട്ടുണ്ട്. സ്കോർട്ടം മെയിൻറ്റെയിൻ ദ ലോ ബോഡി ടെമ്പറേച്ചർ അബൌട്ട് 2 to 2.5 degrees Celsius ലോവർ ദാൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെർമാറ്റോജെനിസിസ്. ഓക്കെ, അടുത്ത ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 types of cells present in the സെമിനിഫറസ് ട്യൂബ്യൂൾ? മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. ഈ രണ്ട് സെൽസിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ്? മെയിൽ ജേം സെൽസ് സ്പേമായിട്ട് മാറുന്നു, സെർട്ടോളി സെൽസ് അനാവശ്യമായുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ വിച്ച് സെൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ? ഏത് സെൽസാണ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൈഡിംഗ് സെൽസ് ആണ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്? നെക്സ്റ്റ് വൺ ഈസ് ദ ആക്സസറി ഡക്റ്റ്. അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് ആക്സസറി ഡക്റ്റുകളാണ് പഠിക്കുന്നത്. ആക്സസറി ഡക്റ്റ്. ഈ ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത് ഈ സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഡക്റ്റുകളാണ് ആക്സസറി ഡക്റ്റുകൾ, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഈ പറഞ്ഞ തന്നെ വെസൽസുകളാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മളുടെ ആക്സസറി ഡക്റ്റിനകത്ത് വരുന്നത് വെച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഇപ്പുറത്തായിട്ട് കുറേ സ്പേസ് ഉണ്ട്. അതായത് ചില വെസിക്കിൾസ് ഉണ്ട്, ചില അറ പോലുള്ള സാധനങ്ങളുണ്ട്. നമ്മളുടെ ആ പിക്ചറിനകത്ത് വളരെ കൃത്യമായിട്ട് കാണാൻ ഒക്കത്തില്ല. എങ്കിലും സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ട് കുറച്ച് ചില വെസിക്കിൾസ് ഉണ്ട്, ഇറഗുലർ ക്യാവിറ്റീസ് ഉണ്ട്. ആ ഇറഗുലർ ക്യാവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ടെസ്റ്റിസ്. റേറ്റ് ടെസ്റ്റിസ്, RETE, റേറ്റ് ടെസ്റ്റിസ്. അപ്പോൾ ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേംസ് റേറ്റ് ടെസ്റ്റിസിലേക്ക് എത്തുന്നു. ആ പേര് മാത്രം പഠിച്ചാൽ മതി. ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതായത് സ്പേം പുറത്തേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് ആദ്യം സ്പേം റേറ്റ് ടെസ്റ്റിസിലേക്ക് വിളിക്കുന്നു. റേറ്റ് ടെസ്റ്റിസിൽ നിന്നും അടുത്തതായിട്ട് ചില ചെറിയ ചെറിയ ട്യൂബ്യൂൾസ് കാണും. ആ കുഞ്ഞു ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് വാസ എഫ്രൻഷ്യ. എല്ലാ ടേംസുകളും പുതിയ ടേംസ് ആണ്. വാസ എഫ്രൻഷ്യ. അപ്പോൾ ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾ, നെക്സ്റ്റ് വൺ ഈസ് ദ വാസ എഫ്രൻഷ്യ. EFFERENTIA, വാസ എഫ്രൻഷ്യ എന്ന് പറയും. ദെൻ എ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ.
അതിനുശേഷമായിട്ട് ഒരു ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ട്. നല്ല രീതിയിൽ ഇനി കോയിലായിട്ടാണ് ഒരു ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ട്. ദിസ് ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് എപ്പിഡെമസ്. എപ്പിഡെമസിന് സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. EPIDIDYMIS. എപ്പിഡെമസ് എന്ന് പറയും. ഒരു ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ് എപ്പിഡെമസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം റെറ്റ് ടെസ്റ്റിസിലേക്ക് എത്തുന്നു. റെറ്റ് ടെസ്റ്റിസിൽ നിന്നും പിന്നീട് വാസ എഫറൻഷ്യയിലേക്ക് എത്തുന്നു. ദെൻ എ ഹൈലി കോയിൽഡ് സ്ട്രക്ചർ ഈസ് കോൾഡ് എപ്പിഡെമസ്. എപ്പിഡെമസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പേം ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ എപ്പിഡെമസ്. സ്പേമിനെ ടെമ്പറലി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന എപ്പിഡെമസ് ഉണ്ട്. സ്പേം ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ എപ്പിഡെമസ്. എപ്പിഡെമസിനായിട്ട് 6 മീറ്ററോളം ലെന്ത് കാണപ്പെടും. താൽക്കാലികമായിട്ട് എപ്പോഴും സ്പേമിനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പിഡെമസിനകത്തായിരിക്കും. അതുമാത്രമല്ല നമ്മളത് ഇപ്പോഴും പഠിക്കാനില്ലെങ്കിൽ തന്നെയും ഈ സ്പേമിൻ്റെ മെച്യൂരിറ്റി സംഭവിക്കുന്ന എപ്പിഡെമസിൽ വെച്ചായിരിക്കും. അപ്പോൾ ആ ഓർഡർ ഓർത്തിരിക്കണം. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡെമസ്. പിന്നീട് കാണപ്പെടുന്ന ലോങ് ട്യൂബാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ആ എപ്പിഡെമസിന് താഴെ വന്നിട്ട് വാസ് ഡിഫറൻസ് മുകളിലേക്ക് വരുന്നുണ്ട്. വാസ് ഡിഫറൻസ് വന്നതിന് ശേഷം ഈ വാസ് ഡിഫറൻസ് പിന്നീട് ഇജാക്കുലേറ്ററി ഡെക്റ്റിലേക്ക് വരത്തുള്ളൂ. ഇജാക്കുലേറ്ററി ഡെക്റ്റ് എന്ന് വെച്ചാൽ ആ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ കൂടെ കാണപ്പെടുന്ന നമ്മളുടെ യുറീത്രയൊക്കെ തന്നെ അത് തന്നെയാണ് ഇജാക്കുലേറ്ററി ഡെക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നുകിൽ ഇതിനെ ഇജാക്കുലേറ്ററി ഡെക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കോമൺ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് ഈ കോമൺ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് മെയിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിൽ സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രത്യേകം ഡെക്റ്റുകളില്ല. രണ്ടിനും കൂടെ ഒറ്റ ഡെക്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇജാക്കുലേറ്ററി ഡെക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയാം. യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. മെയിൽസിൻ്റെ കേസിൽ സ്പേമും യൂറിനും പുറത്തേക്ക് വരാനായിട്ട് പ്രത്യേകം ഡെക്റ്റുകളില്ല. രണ്ടിനും കൂടെ ഒറ്റ ഡെക്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യൂറിനോ ജെനൈറ്റൽ ഡെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ റൂട്ട് മാത്രം നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്, വേറൊന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് എപ്പിഡെമസ് എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ലെങ്കിൽ 6 മീറ്ററോളം ലെന്ത് ഉണ്ട് എപ്പിഡെമസിന്. അപ്പോൾ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡെമസ്, വാസ് ഡിഫറൻസ്, ലാസ്റ്റ് വൺ ഈസ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓർ കോമൺ യൂറിനോ ജെനൈറ്റൽ ഡക്റ്റ്. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, ബൈ.